ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇൻവെർട്ടർ മെയിൻ സ്വിച്ചുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഇന്ന് പരിശോധിക്കാം. ഏവർക്കും പുതിയൊരു വയറിംഗ് വീഡിയോയ്ക്ക് സ്വാഗതം. ഇതിൽ നമ്മൾ മെയിൻ സ്വിച്ച് കൊടുക്കുമ്പോൾ എങ്ങനെ ഇൻവെർട്ടർ മെയിൻ സ്വിച്ച് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ മെയിൻ ഫ്യൂസിൻ്റെ അവിടുന്ന് നമ്മളൊരു ഫേസ് എടുത്ത് കൊണ്ടുപോവുക, പ്ലഗിൻ്റെ വലത് സൈഡിൽ കൊടുക്കുക. ന്യൂട്രൽ വയറിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ ന്യൂട്രൽ എടുത്തിട്ട് പ്ലഗിൻ്റെ ഇടത് സൈഡിലും കൊടുക്കുക. ഇതിലാണ് എന്നിട്ട് നമ്മൾ ഇൻവെർട്ടർ കണക്ട് ചെയ്യേണ്ടത്. ഇൻവെർട്ടർ ഈ പ്ലഗ് സോക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവെർട്ടർ എന്നുള്ള ഔട്ട് അടുത്തൊരു പ്ലഗ് കൂടി ഉണ്ടാവും. ആ പ്ലഗിൽ കൊടുക്കുക, അതിൻ്റെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്. അത് ഔട്ട് നേരെ വന്ന് വരുന്നത് ഫ്യൂസിൻ്റെ ഈ ഒരു അറ്റത്തോട്ടാണ്. നമ്മൾ ഫേസ് ഇവിടെ നിന്ന് എടുത്തു, നേരെ പ്ലഗിലോട്ട് കൊണ്ടുപോയി ന്യൂട്രലും എടുത്തു ഇവിടെ കൊടുത്തു. ഇവിടെ ഇൻവെർട്ടർ പ്ലഗ് ചെയ്ത് ഇൻവെർട്ടർ എന്നുള്ള ഔട്ട് നമ്മൾ അടുത്തൊരു പ്ലഗിലോട്ടാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത്. ഇവിടുന്ന് ഔട്ടിങ്ങനെ നേരെ വന്ന് ഈ ഫ്യൂസിൻ്റെ ഈ സൈഡ് കൊടുക്കണം, അത് കണക്ഷൻ. എന്നിട്ട് ഈ ഫ്യൂസ് നമുക്ക് ഒഴിവാക്കാം. ഇവിടെ ഫ്യൂസ് പിന്നെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലൂടെ വന്ന കറണ്ട് ഇവിടെ വന്നു, ഇൻവെർട്ടറിൽ കയറി, ഇൻവെർട്ടറിൽ നിന്ന് ബാറ്ററി വഴിയുള്ള ചാർജ് കറണ്ട് പോകുമ്പോൾ ഇതുവഴി വന്ന് ഫ്യൂസിൻ്റെ ഇവിടെ എത്തി. ഈ സൈഡിൽ കൂടെ നമുക്ക് മറ്റാവശ്യങ്ങൾക്കായി കിട്ടും. നമ്മൾ ഫ്യൂസ് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ന്യൂട്രൽ കോമൺ ഒറ്റൊന്ന് മതി. ഇത് തന്നെ തിരിച്ചിങ്ങോട്ട് ഔട്ട് വരാനുള്ളതും കൂടിയായിട്ട് ഈ ഒരു ന്യൂട്രൽ മതി. ഇത്രയാണ് ഇൻവെർട്ടർ മെയിൻ സ്വിച്ച് ആയിട്ട് കണക്ട് ചെയ്യാനുള്ളത്. ഇനി DB ആയിട്ടുള്ളത് എങ്ങനെയാണെന്ന് മറ്റൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.